ഇന്ന് നമ്മൾ കോഴിക്കോട്ട പെരുന്നാളിന് കോഴിക്കോട്ട ഉണ്ടാക്കാൻ പോകുന്ന, അതായത് ഓശാന ഞായറിൻ്റെ തലേ ദിവസം നമ്മൾ ഇത് കോഴിക്കോട്ട ഉണ്ടാക്കി ഈശോയുടെ വരവേൽപ്പിനെ ആചരിക്കുന്നതാണ്. അതായത് ഈശോ ജെറുസലേമിലേക്ക് പോയപ്പോൾ ലാസറിൻ്റെ പെങ്ങൾ മാർത്ത ഈശോ ചെന്നപ്പോഴത്തേക്കും അവിടെ കോഴിക്കോട്ട ഉണ്ടാക്കി. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആചാരം. അപ്പോൾ അങ്ങനെ ഒരു ആചരണം നമ്മൾ ഇവിടെ നടത്തുകയാണ്. അപ്പം വെള്ളം ഇവിടെ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഉപ്പിടുകയാണ്. നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്ത് വെക്കാം. ഞാനിത് സാധാരണ ഉണ്ടാക്കുമ്പോൾ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് അരിപ്പൊടി ഇട്ട് ഇളക്കി അതൊന്ന് വേവിക്കും. ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ഒഴിച്ച് വേവിക്കും. ഇതൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാനാണ്, നന്നായിട്ട് കൊണ്ടുവരാൻ നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ശർക്കരപ്പാനി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുണ്ടാക്കി ഒരു ഡബയ്ക്കകത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളതെടുത്ത് ഉണ്ടാക്കും. നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിതൊന്ന് വേവിക്കും അതുകൊണ്ട്. അപ്പോൾ ആ വെള്ളം അങ്ങ് വറ്റിക്കോളും. ഇപ്പോൾ കറക്റ്റ് വെള്ളമേ ഉള്ളൂ. അരിപ്പൊടി ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനി ഇതൊന്ന് ആറുന്നിട നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ആറുമ്പോഴത്തേക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ പാനിയാക്കിയത് ഇവിടെ ഇരിപ്പുണ്ട്. അതും കൂടെ ഒഴിച്ച് ഈ തേങ്ങ ഒന്ന് വരട്ടിയെടുക്കാം. അതിനോടൊപ്പം ഇപ്പോൾ ഏലക്കായും കൂടെ ചതച്ചിടാം. അപ്പോൾ ഇത് തുറന്ന് നമുക്ക് ഒഴിക്കാം. അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കുമായിരുന്നു. ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതിയില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് വരണ്ട് കിട്ടാനും മാത്രമല്ല മതിയായിരിക്കും. ഇതിൽ നിന്ന് ഇളക്കി വരട്ടിയെടുക്കാം. തേങ്ങയുടെ എല്ലാ ഭാഗത്ത് വരത്തൊക്കെ നല്ല ഇലക്കാൻ കൂടെ പൊടിച്ചു. ശർക്കരയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിനകത്ത് വെച്ച് ഇലക്കാൻ പൊടിച്ചു. അപ്പോൾ നമുക്കതൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. നമ്മുടെ ശർക്കര റെഡിയായി. മാവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിനൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ചൂടാറുന്നതിന് കുഴച്ചെടുക്കണം. അപ്പോൾ അത് ശരി. നമ്മളങ്ങനെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ച് കോഴിക്കോട്ടയ്ക്കുള്ള പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കുറേശ്ശെ എടുത്ത് നമ്മൾ നല്ല ബോൾ പോലെ ആക്കിയിട്ട് അതിനകത്തൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ ഇതിലേക്ക് ഈ ഇവിടെ ശർക്കര തേങ്ങയും കൂടെ ചേർത്ത് വെച്ചേക്കുന്ന ആ ഒരു കൂട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് ആ ബോൾ പോലെ തിരിച്ച് ആക്കുക. അത് മൂടിയിട്ട് അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ബോൾസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല റൗണ്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബോൾസിനെ എല്ലാം ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ്. ഈ കോഴിക്കോട്ട പോലെ നല്ല ഉണ്ടാക്കി വെച്ചപ്പോൾ നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. നന്നായിട്ട് വന്നതിന് ശേഷം ആവിയിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നല്ലതാണ്. കൊച്ചുകുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ്. അപ്പോൾ നമുക്ക് കോഴിക്കോട്ട പെരുന്നാൾ ഇത് ചേർത്ത് നമുക്ക് ആഘോഷിക്കാം.